ആചാരസ്ഥാനികർക്കും സർക്കാർ അംഗീകാരം നൽകണമെന്ന് ആവശ്യം. കിഴക്കുംകര ഭണ്ഡാരവീട് തറവാട് ജനറൽ ബോഡി യോഗം നടന്നു. കിഴക്കുംകര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം ഭണ്ഡാരവീട് തറവാട് വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. തറവാട്ടിൽ നടന്ന ജനറൽ ബോഡി യോഗവും വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച തറവാട്ടംഗങ്ങളുടെ മക്കൾക്കുള്ള അനുമോദന ചടങ്ങും കുടുംബസംഗമവും കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷൻ SHOP അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. തറവാടുകളുടെ പ്രസക്തി കൂടി വരികയാണ്. നിങ്ങൾക്കറിയാം, ലോകം ഇന്ന് ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിരൽത്തുമ്പിൽ നമുക്ക് അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ഇവിടെയുള്ള അച്ഛനും അമ്മയും സംസാരിക്കുന്ന മക്കളെ നമുക്കിന്ന് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷെ ലോകം വലുതാവുന്നതിനനുസരിച്ച് മനുഷ്യൻ ചെറുതായിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ കൂട്ടുകുടുംബ വ്യവസ്ഥിതി സമയത്ത് നമ്മുടെ തറവാടുകൾ വളരെ ശക്തമായി നിന്നിരുന്ന ഒരു കാലഘട്ടമാണ്. അത് അനിവാര്യതയായിരുന്നു. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന കൃഷി, അതിനൊക്കെ സംബന്ധിച്ച് ഒരു കൂട്ടായ്മ എന്നും ആവശ്യമായിരുന്നു. ഞാൻ വളർന്നത് ഒരു 15 പേരുള്ള വീട്ടിലാണ്. എൻ്റെ 19 വയസ്സ് വരെ ഞാൻ വളർന്നത് ഒരു കൂട്ടുകുടുംബത്തിലാണ്. അതിൻ്റെ ഒരുപാട് സൗഭാഗ്യങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ചില ദുരന്തങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ കൂടുതൽ സൗഭാഗ്യങ്ങളായിരുന്നു. ഒരാൾ എന്നെ ശ്രദ്ധിക്കാനില്ലെങ്കിൽ മറ്റൊരാൾ എൻ്റെ വീട്ടിൽ എന്നെ ശ്രദ്ധിക്കാനുണ്ടായിരുന്നു. ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ എന്നെ അച്ഛന് സാധിച്ചിട്ടില്ല എങ്കിൽ അച്ഛൻ്റെ അനുജന്മാർക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. പല വകയിലും നമുക്ക് സ്നേഹം കിട്ടുമായിരുന്നു. പുതിയ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതാണ്. അണുകുടുംബത്തിലേക്ക് നമ്മൾ പോയിരിക്കുകയാണ്. അണുകുടുംബത്തിൽ നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾ ഒറ്റപ്പെടുകയാണ്. അവർക്ക് കൂട്ടായ്മയുണ്ട്. അവർ കാണാത്ത ലോകത്തുള്ള ഒരുപാട് ആൾക്കാരുമായിട്ട് അവർക്ക് ബന്ധങ്ങളും കൂട്ടായ്മകളും ഉണ്ട്. അവർ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒരിക്കലും കാണാത്ത സുഹൃത്തുക്കൾ അവർക്ക് ഒരുപാടുണ്ട്. പക്ഷെ അതൊന്നും ഉപകാരത്തിന് എത്താറില്ല എന്നുള്ളതാണ്. എല്ലാ ആചാരസ്ഥാനികർക്കും നൽകുന്നതുപോലെ പുതുതായി ആചാരസ്ഥാനം ഏറ്റ മുഴുവൻ ആചാരസ്ഥാനികർക്കും സർക്കാർ അംഗീകാരവും ആനുകൂല്യങ്ങളും നൽകണമെന്നും സ്ഥാനികർക്ക് നൽകുന്ന വേതനം മാസം തോറും കൃത്യസമയത്ത് അനുവദിക്കണമെന്നും പൊതുജനങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിച്ച ദേശീയപാതാ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്നും ജനറൽ ബോഡി യോഗത്തിലൂടെ ആവശ്യപ്പെട്ടു. SLC, +2 തുടങ്ങിയ പരീക്ഷകളിൽ വിജയികളെയും കലാകായിക മേഖലയിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും തറവാടിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെടുന്ന മുതിർന്ന അംഗങ്ങളായ താമരക്കുളം കാർത്യായനിയമ്മ, നെല്ലിക്കാട്ട് കൃഷ്ണൻ, കുഞ്ഞിരാമൻ ചെറുവത്തൂർ എന്നിവരെ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം മുഖ്യസ്ഥാനികൻ പൊന്നാടി അണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. Therapy. Midun TK, Sriyasini TK. തറവാട് പ്രസിഡന്റ് K. കുമാരൻ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ K. ലത, അജാനൂർ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ K. മീന, പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം ജനറൽ സെക്രട്ടറി M. സതീശൻ എന്നിവർ സംസാരിച്ചു. തറവാട് സെക്രട്ടറി KV ദിനേശൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സുനിൽകുമാർ മേലടുക്കം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.